ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വര. ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനും എൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ച അനുഭവത്തിൻ്റെ ആ ഒരു കഥയിലേക്ക് ഞാൻ പറയാൻ തുടങ്ങുകയാണ്. ഹരേ കൃഷ്ണ രാധേശ്വര രാധേശ്വര. ഭഗവാൻ എന്നെ എങ്ങനെയാണ് ഇതുവരെ എത്തിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2012 ഞാൻ എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. എനിക്ക് കാഴ്ചയില്ല. എനിക്ക് കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു ആ സംഭവം. ഭക്ഷണം കഴിക്കുന്ന ചോറ് പെട്ടെന്ന് ഇങ്ങനെ കാണുന്നില്ല. ചോറ് റൈസ് അറിയാലോ, വൈറ്റ് കളറാണ്, പക്ഷെ ഞാനത് കാണുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമുക്കറിയാം എന്തായാലും ഭക്ഷണം കഴിക്കുക എന്നുള്ള, പെട്ടെന്ന് എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോവായിരുന്നു. അങ്ങനെ പിന്നെ വേഗം പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ നാട്. എൻ്റെ പേര് ബേബി സോഫിയ എന്നാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് 58 അങ്ങനെയായാലും കുഴപ്പമില്ല. വയസ്സൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വയസ്സൊന്നൊരു പ്രശ്നമല്ല. അങ്ങനെ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റുകൾ കുറേ ചെയ്തു. അങ്ങനെ അവിടെ കൊണ്ട് എനിക്ക് ഉണ്ണിയേട്ടനും ഹസ്ബൻഡും 2 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളാണുള്ളത്. അപ്പം എങ്ങനെ വെളിച്ചം കാണാൻ പറ്റില്ല. അപ്പം എന്നെ ഇരുട്ട് മുറിയിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുട്ടിലാണ് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുറത്ത് കിടക്കാൻ പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു. പിന്നെ കണ്ണാകെ പഴുത്ത പോലെ ആയിട്ട് ചുവന്ന് അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടം കൊണ്ടുള്ള മരുന്ന് കൊണ്ടൊന്നും എനിക്ക് അത് പറയുന്നതിൽ വിഷമമുണ്ട്. ആ ട്രീറ്റ്മെൻറ്റുകളൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഉണ്ണിയേട്ടൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ എറണാകുളത്ത് കടവന്ത്ര ഗിരിധറിലൊന്ന് കൊണ്ടുപോവുക. ഉണ്ണിയേട്ടൻ്റെ പേര് ബാബു എന്നാണ്, എൻജിനീയറാണ്. അപ്പോൾ ആളോട് പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗിരിധറിൽ എന്നെ കൊണ്ടുപോകുന്നു. നേരത്തെ പോയി, സൂര്യോദിക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് അവിടെ എത്തിയത്. ഒരുപാട് ടെസ്റ്റുകൾ, രാവിലെ എത്രയും നേരത്തെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത് രാത്രി 12 കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിച്ച് തൃശ്ശൂർ എത്തുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്കുലർ ടെലഞ്ചറ്റേഷ്യ എന്ന് എഴുതിയിരിക്കുന്നു, സ്റ്റേജ് 4 എന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ അതുമാത്രമാണ് എനിക്ക് അന്ന് അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് അറിയാമെന്ന് വെച്ചാൽ, ഡോക്ടർ പറയുന്നത്, അമേരിക്കയിലുള്ളൊരു ഡോക്ടറാണ് അവിടെ ഉള്ളത്. അപ്പോൾ പുള്ളി പറയുന്നത് കണ്ണിൻ്റെ റെറ്റിനയുടെ ഉള്ളിലെ നെർവസുകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന, മാക്കുലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ചെറിയൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞരമ്പുകളെ ബാധിക്കുന്ന മാക്കുലർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഞരമ്പുകൾ സത്യത്തിൽ അത് തന്നെയായിരുന്നു എൻ്റെ അസുഖം. അപ്പോൾ അന്ന് വളരെ റയർ കേസ് എന്നാണ്, 1 പീസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഒരുപാട് കേസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ പറഞ്ഞത് 1 lakhൽ 1 person എന്നാണ് എന്നെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, പ്രത്യേകിച്ചൊരു മരുന്നും മെഡിസിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, സാറേ എങ്ങനെ ഞാനിനി മുന്നോട്ട് പോകും? ഞാൻ ധൈര്യമായിട്ട് തന്നെയല്ല നേരിട്ട് കൊണ്ടിരുന്നത്. സത്യത്തിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ വളരെ തൻ്റെടത്തോടു കൂടിയും തന്മയത്വത്തോടു കൂടിയും സംസാരിക്കാനുള്ളൊരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം തന്നെ സാർ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഉണ്ണിയേട്ടൻ ആകെ വിഷമിച്ചിരിക്കുക, എന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു സാറേ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്, എനിക്കറിയണ്ട എൻ്റെ അസുഖം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ കേൾക്കുകയാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്കിനി ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെയാണ് കണ്ണിൻ്റെ അവസ്ഥ ഉള്ളത്, ഇനി നിങ്ങൾക്ക് ഒരു 10 years ജീവിതമുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, 10 കൊല്ലം? അതെ, 10 കൊല്ലം. അത് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ പെട്ടെന്നൊരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ബ്ലാസ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ
അപ്പോൾ കണ്ണിൽ കൂടി മൂക്കിൽ കൂടെ ഒക്കെ ചോര വരും. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഏതാ തൃശ്ശൂർ ഏതാ ഹോസ്പിറ്റൽ വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോവുക, അല്ലാണ്ട് ഓടിപ്പിടിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അതും കേട്ട് മെഡിസിനൊന്നും ഇല്ലാതെ വളരെ നിരാശയോടുകൂടി ഇങ്ങനെ ഒരു അസുഖത്തിനെ കുറിച്ചും അറിഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളന്ന് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അത്താണിയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അത്താണി മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് അത്താണിയിൽ നിന്ന പ്രദേശത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ അവിടുത്തെ വീടൊക്കെ വിറ്റ് എൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇനി എൻ്റെ ലൈഫ് എന്ന് പറയണത് വെയിലും ഒന്നും പുറത്തിറങ്ങി നടക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ ഇനി പോവേണ്ടത്. രാഷ്ട്രീയം പോയിട്ട് കൊടി പിടിക്കൽ പോയിട്ട് വേറെ ഒന്നിനും തല വെയിൽ കൊള്ളാനോ വിയർക്കാനോ ഒന്നും പാടില്ല, കണ്ണ് ശ്രദ്ധിക്കണം, എന്നാൽ കാഴ്ച ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ടോട്ടലി ബ്ലൈൻഡിലേക്ക് പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അതൊന്നും ഞാൻ ശരിക്കും എനിക്കതത്ര വലിയ മുഖവിലയ്ക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സിനിമയിൽ ശ്രീനിവാസനൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ആക്ച്വലി ഞാനൊരു 10 വർഷമല്ലേ ജീവിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഭൂമിയിൽ നമ്മുടെ സഹജീവികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും എൻ്റെ അവസാനം വരെ എനിക്ക് ഈ നാടിന് വേണ്ടിയും ഈ മനുഷ്യർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ദൃഢനിശ്ചയത്തിലായിരുന്നു എൻ്റെ പിന്നത്തെ യാത്ര. പിന്നെ ഞാൻ വികലാംഗ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും സമൂഹത്തിൽ എന്നെ ഒരു നല്ലൊരു പേരെടുത്ത ഒരാളായി മാറാനൊക്കെ എന്നെ സഹായിച്ചു ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ. അപ്പം അതും അങ്ങനെ ഇരിക്കലാണ് എനിക്ക് ആ അവസരം തന്നെയാണ് എനിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഭഗവാനെ മാത്രമേ ഞാൻ വിളിക്കുമായിരുന്നുള്ളൂ. ഉണ്ണിയേട്ടൻ ആദ്യം ഗുരുവായൂർ ദേവസ്വത്തിലെ അസിസ്റ്റൻ്റ് സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഭഗവാന്റെ ഭയങ്കര ഭക്തനാണ് മൂപ്പര്. അപ്പോൾ അതും എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി. ഞാൻ ഭഗവാന് വേണ്ടി ഒരു ഉപന്യാസം സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് ഭഗവാന് വേണ്ടിയിട്ടൊരു ഉപന്യാസം സമർപ്പിക്കുക ചെയ്തിട്ടുണ്ട് ഞാൻ. അത് മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും ഞാനപ്പാനെയും തമ്മിലുള്ള ആ ഒരു അതിലടങ്ങിയിരിക്കുന്ന ഈ അന്തസത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു ഉപന്യാസ രൂപത്തിൽ തയ്യാറാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ഓർക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം അത് മാത്രം മതി എനിക്ക് എന്ന് മാത്രം ഉറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ അന്ന് തൊട്ട് ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പം തൊട്ടാണ് എനിക്കിങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഇല്ലാണ്ടായി തീരുന്നവരെ എനിക്ക് ഈ നാടിന് വേണ്ടിയും ഈ മനുഷ്യർക്ക് വേണ്ടിയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. പല മേഖലയിലൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഇരിക്കലെ 2022 ശരിക്കും ആ ഒരു 10 വർഷം തികയുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2022 എനിക്ക് ആദ്യത്തെ സ്ട്രോക്ക് സംഭവിക്കുന്നു. അതും അതികഠിനമായ സ്ട്രോക്ക്. അതിൻ്റെ ഇടയിൽ ഉണ്ണിയേട്ടൻ മരിക്കുന്നുണ്ട്. ഉണ്ണിയേട്ടൻ അറ്റാക്കായിട്ട് ഇവിടെ വന്നൊരു 5 കൊല്ലം കഴിയുമ്പോൾ ആൾ നമ്മളെ വിട്ടുപോയി. ആൾ അറ്റാക്കായിട്ടാണ് മരണപ്പെട്ടത്. മദർ ഹോസ്പിറ്റലിൽ വെച്ചാണ് ആൾ നമ്മളെ വിട്ടുപോയത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. മക്കൾ 2 പേരും ലുലുവിൻ്റെ ഇതിൽ സെയിൽസിലൊക്കെ ആയിട്ട് ദുബായിലും അബുദാബിയിലൊക്കെ ആയിട്ട് അങ്ങനെ മക്കൾ രണ്ട് കുട്ടികൾ അങ്ങനെ അതിൽ കയറി. അതിവിടെ നാട്ടിക യൂസഫായുടെ വീട് ഇവിടെ അടുത്താണ്, തളിക്കുളമാണ് എൻ്റെ സ്വദേശം. അപ്പം അങ്ങനെയാണ് അത് ഇൻ്റർവ്യൂവിന് കിട്ടി. കുട്ടികൾ 2 പേരും പോയി. അതൊരു ജീവിതത്തിലൊരു ചെറിയൊരു താങ്ങായി, മക്കൾക്കൊരു ജോലിയായല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഹസ്ബൻഡ് ഇല്ലല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ ഈ 22 വന്നപ്പോഴത്തേക്കും 2022 സ്ട്രോക്ക് സംഭവിക്കുന്നു. സ്ട്രോക്ക് സംഭവിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 സ്ട്രോക്ക് ശരിക്കും ജനുവരി തൊട്ട്
ഒരു ജനുവരി 15 വരെയൊക്കെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ബോധം കെട്ട് വീഴുക എല്ലായിടത്തും വീഴുക, റോട്ടിൽ വീഴുക, അവിടെ നിന്ന് ആൾക്കാരെടുക്കുക കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതെങ്ങനെ അത് സംഭവിക്കണമെന്നുള്ളതൊന്നും എനിക്ക് പെട്ടെന്ന് ബ്രെയിനിൽ കിട്ടുന്ന ഒരു അടിയാണ്, ബാക്കിൽ കിട്ടുന്ന ഒരു അടി പോലെയാണ് പെട്ടെന്ന് എനിക്ക് അനുഭവപ്പെടുക. ബാക്കിൽ അടി കിട്ടിയ പിന്നെ കാലിൻ്റെ ആ സ്പർശം ഭൂമിയുമായി വിട്ടു, അത് ആ ബന്ധം പോയി. അതോടുകൂടി വീഴലാണ്, പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് വീഴലാണ്. ആ വീഴ്ച എങ്ങനെ ആവണം എന്നുള്ളത് ഒരൊറ്റ സെക്കൻഡിന് എൻ്റെ ശബ്ദം നിലയ്ക്കാൻ വെച്ചാൽ നാവ് ചലിക്കാതെയാവും. അപ്പോഴത്തേക്കും ഓടി വരണേന്ന് പറയാൻ പറ്റുന്നെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ വീഴ്ചകളൊക്കെ ബാക്കിൽ തലയടിക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് മൈൻഡ്, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങനെയാണ് വീണ് കിടക്കുന്നത്. ചില ദിവസം രാത്രി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ തലയ്ക്ക് അടി കിട്ടി അങ്ങനെ എങ്ങനെയോ ബെഡിലേക്ക് ഇങ്ങനെ ഓടി വന്ന് വീഴുന്ന പോലെ ഒരൊറ്റ വീഴ്ച വീണ് അങ്ങനെ അവിടെ അങ്ങനെ കിടന്നു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനത്തെ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് സ്ട്രോക്കാണെന്നാണ് പറയുന്നത്. സ്ട്രോക്ക് വിത്ത് സീഷർ അടിക്കുക എന്നാണ് പറയുന്നത്, ഈ അസുഖത്തിന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീടുണ്ട് അപ്പുറത്ത്, അപ്പോൾ ഞാൻ വീട് പൂട്ടിയിട്ട് അപ്പുറത്തേക്ക് പോകും. അവിടെ എനിക്ക് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായി തുടങ്ങി. ഞാൻ എവിടെയെങ്കിലും തലടിച്ച് വീണാൽ കഴിഞ്ഞു എൻ്റെ പണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട് പൂട്ടി അങ്ങോട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആങ്ങളെ തന്നെയാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവും. കുറേ വഴക്ക് പറഞ്ഞിങ്ങോട്ട് കൊണ്ടുവരും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളിപ്പോഴും എന്തൊക്കെയോ പറയുന്നു, പ്രഷർ എല്ലാം കൂടുതലാണ് ശരീരത്തിൽ ആ സമയത്ത്. ഈ അടി കെട്ടി വീഴുന്ന സമയത്ത് എനിക്ക് ഷുഗറൊക്കെ 300 400 അങ്ങനെ, പിന്നെ പ്രഷർ ഭയങ്കര ഹൈ. അപ്പോൾ നാവിൻ്റെ അടിയിൽ ഒരു ഗുളി വയ്ക്കും. അങ്ങനെയായിട്ട് കുറേ വഴക്കും കേൾക്കും, എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്. അപ്പോൾ പല പ്രാവശ്യം വീഴുമ്പോഴും വായയിലൊക്കെ ആരെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ച് തരും. അതൊന്നും കുടിക്കാൻ ഇറക്കാനൊന്നും പറ്റുന്നില്ല. ആരെങ്കിലുമൊക്കെ കണ്ടവർ ഓടി വന്ന് എന്താ വീണ് അങ്ങനെയൊക്കെയാണ്. പിന്നെ മറ്റുള്ളവരെ വിവരം അറിയിച്ചൊക്കെയാണ് മരിക്കാതെ രക്ഷപ്പെട്ട ഓരോ പ്രാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ രാത്രി 2 മണിയാണെന്ന് തോന്നുന്നു, കട്ടിലും വന്ന് ഇതേ അടി ബ്രെയിനിന് കിട്ടി. അങ്ങനെ നിലത്ത് വീണ് ഉരുണ്ട് അങ്ങനെ ഒരൊറ്റ ഒച്ചയിൽ അച്ഛനേറ്റു. അപ്പോഴത്തേനും പിന്നെ ആകെ പ്രശ്നമായി. അവിടെ കിടന്ന് സീഷർ അടിച്ചിട്ടാന്ന് തോന്നുന്നു, ആകെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ ശബ്ദം, നാവ് ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ അടുത്ത വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ലക്ഷണങ്ങൾ പറയാൻ തന്നെ എനിക്ക് വയ്യ, പക്ഷെ പറഞ്ഞ് വരുമ്പോൾ തന്നെ അതെന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഇത് ഒരു ഹോസ്പിറ്റലും എനിക്ക് റിപ്ലൈ ഉണ്ടായിട്ടില്ല. അവിടുന്ന് കുറച്ച് ഗ്ലൂക്കോസ് കയറ്റും, അങ്ങനെ കൊണ്ടുവന്ന് പിന്നെയും കൊണ്ട് കിടത്തും. അങ്ങനെ അതേപോലെ തന്നെ അവിടെ നിന്നും ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ലാസ്റ്റ് 6ാമത്തെ ആയിരിക്കണം, അത് ഒരു 5 മണി നേരത്താണ് വീണ്ടും ഇതേപോലെ തന്നെ സ്ട്രോക്ക് അടിച്ച് കണ്ണ് തുറന്നപ്പോൾ തന്നെ വീണ്ടും അടിച്ച് വീണ്ടും ഇതേപോലെ തന്നെ വീണ്. അങ്ങനെ പിന്നെ എന്തിനു പറയണ്ടു, ഈ 6ാമത്തെ ഈ സ്ട്രോക്കോട് കൂടിയാണ് എന്നെ തൃശ്ശൂരുള്ള മദർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ താങ്ങി കോരിയെടുത്ത് കാറിലിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ എന്നെ ഇവരാരും കണ്ടിട്ടില്ല. പിന്നെ കുറേ മെഷീനറികളുടെ ഉള്ളിൽ കൂടെ ഒക്കെ കടത്തി വിടുന്നു, സ്കാനുകളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ ICUവിലായി. അങ്ങനെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഏകദേശം മരിച്ചെന്ന് ഉറപ്പ് വരുത്തി. കാരണം വെള്ളം തന്നതൊന്നും കുടിച്ചിട്ടില്ല,
ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ ഒഴുകിപ്പോയി. കൈയും കാലും നിലച്ചു, സർക്കുലേഷനൊക്കെ നിലച്ചു. അങ്ങനെ ICUയിൽ കയറ്റുമ്പോഴും അങ്ങനെ തന്നെയുള്ള ഒരവസ്ഥയിൽ ICUയിൽ കിടന്നു. അങ്ങനെ മക്കളെ രണ്ടാളെയും അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് മക്കളെ രണ്ടാളെയും അറിയിച്ചു. അങ്ങനെ വന്ന് കാണും, കുട്ടികൾ വന്ന് കാണും. അങ്ങനെ ഞാനങ്ങനെ എൻ്റെ ബോധമൊക്കെ പോയി. എൻ്റെ തല പിടിച്ചേക്കുന്നത് എൻ്റെ ഉണ്ണിയേട്ടനാണ്. അങ്ങനെ പുള്ളി എന്നെ കൊണ്ടുപോകുന്നു, പരലോകം ആയിരിക്കണം അത്. അങ്ങനെയുള്ളൊരു പരലോകത്ത് ഞാൻ പോകുന്നു. ഞാൻ അവിടെ എല്ലാം കാണുന്നു. അങ്ങനെ എന്നെ കൊണ്ടുപോയത് ആളാണെങ്കിലും പിന്നെ എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എങ്ങോട്ടോ കയറിപ്പോകുന്നു, വിളിച്ചിട്ടൊന്നും വിളിയേക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് അലറി പൊളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരുപാട് പേരെ ഇങ്ങനെ കടത്തി വിടുന്നു. ഇതെവിടെയാണ് എന്താണെന്നൊന്നും എനിക്കൊരു പരിചയവും ഇതൊന്നും തോന്നുന്നില്ല. അങ്ങനെ വലിപ്പ ചെറുപ്പ ജാതി മത ഭേദമന്യേ ആളുകളെ ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയൊരു അജാന രൂപിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളോട് ഞാൻ ചോദിക്കും. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അയാൾ എന്നോട് ചോദിക്കുന്നു, എന്താ പേരെന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ബേബി സോഫിയ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എന്നെ മാത്രം കടത്തിവിടാത്തത് എന്ന് ഞാൻ ചോദിച്ചു. സത്യം അതൊക്കെ. അപ്പോൾ അയാളൊരു ബുക്ക് എടുത്തു, എൻ്റെ പേര് എഴുതിയ ഒരു ബുക്ക് ഞാൻ കണ്ടു. അപ്പോൾ പേര് വീണ്ടും ഞാൻ പറഞ്ഞു, ബേബി സോഫിയ. പേര് കേൾക്കുമ്പോൾ തന്നെ ഏത് ജാതി എന്ത് മതം എന്നൊന്നും ഒരാൾക്കും പിടികിട്ടില്ല. എനിക്ക് തന്നെ പറയാൻ ചില സമയത്ത് നാണക്കേടാ. പഠിക്കണ കാലം തൊട്ട് പേര് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കുക, അല്ലെങ്കിൽ മുസ്ലിമാക്കുക. ഹിന്ദുവായിട്ട് ആരും കൂട്ടത്തില്ല. സത്യത്തിൽ അങ്ങനെയാണ്. ഞാൻ അവിടെ മാത്രം എൻ്റെ പേര് തറപ്പിച്ച് പറഞ്ഞു, ഇതാണ് എൻ്റെ പേര്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ പേരിൻ്റെ കൂട്ടത്തിൽ ആ ബുക്കിൽ ഒരുപാട് നന്മകൾ എഴുതിയിരിക്കുന്നു. ഞാൻ ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തനങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നു. എൻ്റെ പേരിൻ്റെ തിന്മയുടെ ഭാഗത്ത് കാര്യമായൊന്നും എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ഞാൻ അവിടെയാ സത്യത്തിൽ അന്തം വിട്ടു പോകുന്നത്. ഞാൻ പറഞ്ഞ ഒരു വാക്കുപോലും അവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതാ നന്മയുടെ പാഠപുസ്തകം എന്ന് പറയുന്നത്. അതാ ഞാനവിടെ കണ്ടത്. സത്യത്തിൽ അത് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈശ്വര, ഇത് വല്ലതും ഭൂമിയിലുള്ളവരറിയുന്നുണ്ടോ എന്ന് വരെ എനിക്കപ്പോൾ തോന്നി. അതുകൊണ്ട് മാത്രം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമായില്ലെന്നും തിരിച്ച് ധൈര്യമായി തിരിച്ചു പോവാമെന്നും എന്നോട് ആരോ പറഞ്ഞു. പിന്നീട് നടക്കുന്നതൊക്കെ ICUലാണ്. ഡോക്ടർ ഫിറോസ് ഖാൻ വരുന്നു, ന്യൂറോ സർജൻ. കാലിന്മേ തട്ടുന്നു. 24 hours ആൻഡ് 48 hours ചത്ത് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കരെ കിടക്കുന്നത് ഞാനാണ്. അക്കരെ ഡോക്ടർ വന്നെൻ്റെ കാലിന്മേൽ തട്ടിയിട്ട് അമ്മയെന്ന് വിളിക്കുന്നു. ഞാൻ മെല്ലെ കണ്ണുറക്കാൻ ശ്രമിക്കുന്നു. എവിടെയാണ് ഞാനെന്ന് പോലും എനിക്ക് അപ്പം പോലും അറിയുന്നില്ല. ഇത് എവിടെയാണ് ഞാനുള്ളത് അറിയത്തില്ല. അങ്ങനെ ഡോക്ടർ എന്നോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിക്കുന്നു. ഞാനപ്പോൾ എൻ്റെ വലത്തെ കൈയൊന്ന് മെല്ലെ ഉയർത്താൻ ശ്രമിച്ചിട്ട് ഡോക്ടറോട് ഞാൻ പറയാൻ ശ്രമിക്കുന്നു, എനിക്ക് ഇങ്ങനെ തലക്കി എന്ന് പറയുമ്പോഴത്തേരും അറ്റ് ടൈം വീണ്ടും എനിക്ക് മാരകമായ സ്ട്രോക്ക് തന്നെ സംഭവിക്കും.
ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ അങ്ങനെ വീണ്ടും എനിക്ക് സ്ട്രോക്ക് ആവുന്നു. കയ്യും കാലൊക്കെ തട്ടിക്കാൻ തുടങ്ങുന്നു. എല്ലാവരും വളഞ്ഞ് എന്നെ കെട്ടി വയ്ക്കുന്നു. പെട്ടെന്ന് എൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ആ ഡോക്ടർ അവിടെ വന്നതുകൊണ്ട് മാത്രം, ICUലായതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടുന്നു. അങ്ങനെയാ ഞാൻ വീണ്ടും ഈ ഭൂമിയിൽ 2022 ജനുവരിയിൽ ഞാൻ തളർന്ന് കിടപ്പിലാവുന്നത്. അങ്ങനെ ഒരു കൊല്ലത്തോളം ഞാൻ നടക്കാൻ പോലും പറ്റാത്ത, വൺ സൈഡ് തളർന്ന്, ലെഫ്റ്റ് സൈഡിനായിരുന്നു എനിക്ക് വെയിൻ പൊട്ടിയത്. പിന്നെ പിന്നെയും ട്രീറ്റ്മെൻറ്റുകളുണ്ട് കുറേ. കോട്ട് ചെയ്ത ബ്ലഡൊക്കെ അങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ വേറെ ലാബുകളിലും വേറെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കൊണ്ടുപോവുകയും സർജറിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്കറിയുന്നുണ്ട്. അങ്ങനെ ബ്രെയിനിലുള്ള മൊത്തം ബ്ലഡിനൊക്കെ എടുക്കുന്നു, കട്ട പിടിച്ച ബ്ലഡൊക്കെ എടുക്കുന്നു, ചോരയിൽ കുളിച്ചൊക്കെ എടുക്കുന്നു. അങ്ങനെയൊക്കെ എനിക്കൊരു ഓർമ്മയിലൊക്കെ ഉണ്ട്. എന്നാലും ഭഗവാന്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് മാത്രം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു. 1 വർഷത്തോളം ഞാൻ കിടപ്പായി പോന്നു. എല്ലാ ഓർമ്മയും ബോധവും ഒക്കെ നഷ്ടപ്പെട്ട് ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പോലും എനിക്ക് ഇപ്പം ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആരെയും ഓർമ്മയില്ല, ആരും വിസിറ്റേഴ്സ് ഒന്നും അനുവദിക്കില്ല. കിടപ്പ് അങ്ങനെയായിരുന്നു 1 വർഷം. 2023 അങ്ങനെ കഴിഞ്ഞു പോയി. എല്ലാവരും കണ്ടാലും നിലവിളിക്കും. കരയുന്നത് ഉദ്ദേശം ഇതാണ്, ഞാൻ ഡെത്തായി പോയ ആളാണ്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ എനിക്കിപ്പോൾ കാണാൻ പറ്റിയത് എന്തോ ഭഗവാന്റെ എന്തോ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങളെനിക്കിപ്പോൾ വീണ്ടും കാണാൻ പറ്റിയതെന്നും പറഞ്ഞ് ഞാൻ നിലവിളിക്കും. ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങി. വലത്തെ കാല് ശരിക്കും ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റേതായ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഭഗവാനിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് മാത്രം മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചു. 2022, 2023, 2024, 24 അവസാനിക്കാൻ പോകുന്നു. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഏതൊരു കാര്യം എനിക്ക് ചെയ്തു തരുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അത് പറഞ്ഞറിയിക്കാൻ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭഗവാൻ എന്നോടൊപ്പം എങ്ങനെയാണ് എൻ്റെ കൂടെ എങ്ങനെയുള്ളതെന്ന് എനിക്ക് മാത്രം കാണാവുന്ന തരത്തിൽ കണ്ണടച്ചാൽ ആ ദിവ്യരൂപം മാത്രം എൻ്റെ മനസ്സിലിങ്ങനെ തെളിയുന്നത് വലിയ അത്ഭുതത്തിൽ ഞാനിങ്ങനെ നോക്കിക്കാണും. കാര്യം എന്ത് ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നാലും എന്നെങ്ങനെ എന്താ പറയുക, എപ്പോൾ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന ആ സമയത്തൊക്കെ എന്നെ കൈപിടിച്ച് ഉയർത്തുന്നത് സാക്ഷാൽ ഭഗവാനാണ്. വളരെ പുഞ്ചിരിയോട് കൂടി തന്നെ എന്നെ ചേർത്ത് പിടിക്കുന്നത് ഭഗവാനാണ്. ചേർത്ത് പിടിക്കുന്ന ഭഗവാനാണ്. ഒരിക്കലും തളരാതെ എന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച ഭഗവാനാണ്. ഒരു ദിവസം അരയ്ക്ക് മുകളിൽ വരെ ഞാൻ തളർന്നു പോയ ഒരു രാത്രി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എണീക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്കുള്ള വീട്ടിൽ, ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്, ഒറ്റയ്ക്കുള്ള വീട്ടിൽ. അപ്പോൾ എനിക്ക് എണീക്കാനൊന്നും പറ്റുന്നില്ല. ശരീരം മുഴുവൻ മരവിച്ച് കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഞാൻ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. ആ സമയത്താണ് ഉണ്ണിക്കണ്ണൻ ഓടൊക്കെ വെള്ളമുണ്ട് എന്നെ വന്ന് തട്ടി അമ്മയെന്ന് വിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ
എൻ്റെ കണ്ണാൻകുട്ടി, ഉണ്ണിക്കണ്ണൻ. ഞാൻ വാരി എടുക്കാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിനെ കാണുന്നില്ല. ഞാൻ കണ്ണാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരൊറ്റ ഇരിക്കലാവിൻ്റെ അതോടുകൂടി അങ്ങനെയാണ് ഞാൻ ശരിക്കും എണീറ്റ് നിൽക്കാൻ ഒക്കെ ശ്രമിച്ചതും. അങ്ങനെയാണ് ഞാൻ എണീറ്റത്. ഞാൻ എൻ്റെ കണ്ണൻ്റെ പിന്നാലെ ഓടാനായിട്ട് നോക്കുമായിരുന്നു ആ നേരത്ത്. അങ്ങനെയാണ് ഞാൻ എണീക്കുന്നതും നടക്കുന്നതും. ഇതൊക്കെ ഇതിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാനപ്പോൾ എൻ്റെ അമ്മേന്ന് വിളിച്ചിട്ടാ കണ്ണൻ എന്നോട് പറയുന്നത്, എൻ്റെ മോൻ എന്നോട് പറയുന്നത്, ഉണ്ണിക്കണ്ണൻ എന്നോട് പറയുന്നത് എൻ്റെ അമ്മേന്ന് വിളിച്ചിട്ടാ. അപ്പം ഞാൻ പറയും, മോനെ അമ്മ എന്താ ചെയ്യേണ്ടത് മോന് വേണ്ടിയിട്ട് എന്നൊക്കെ. ഞാൻ ഇവിടെ വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും വിളക്കുണ്ടാവും. രാവിലെ ചെറുതായി കത്തിക്കുന്ന വിളക്ക്, വൈകുന്നേരം എത്ര മണി വരെ ആ വിളക്ക് കെടില്ല. വലിയ അത്ഭുതമാണ് ആ വിളക്ക് കെടാത്തത് എന്താണെന്നുള്ളത്. എനിക്കും അറിയില്ല എന്താണ് വിളക്ക് കെടാത്തതെന്നുള്ളത്. അതിശയാണ് ആ വിളക്ക് കെടാതിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ എൻ്റെ കണ്ണൻ്റെ അവസ്ഥ. അങ്ങനെ പിന്നെ കണ്ണൻ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ അമ്മ ചെയ്യണ്ടൂ എന്ന് പറഞ്ഞിരുന്നു. അത് ഇത്ര മാത്രമാണ്. അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മ ഒരു ദിവസം 5 പേരോടെങ്കിലും എന്നെക്കുറിച്ച്, എൻ്റെ കീർത്തനങ്ങളും എൻ്റെ എൻ്റെ കഥകളൊക്കെ അമ്മ ഒന്ന് പറയണം എന്ന് കണ്ണൻ എന്നോട് ആവശ്യപ്പെടുകയാണ്. ഇത്രേ അമ്മ ചെയ്യണ്ടു, വേറെ ഒന്നും അമ്മ ചെയ്യണ്ട. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ എങ്ങനെയാണത് മറ്റുള്ളവരിൽ എത്തിക്കേണ്ടത്? എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് അങ്ങനെയുള്ള യൂട്യൂബ് ചാനലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഇത് തന്നെ വലിയ അത്ഭുതമായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നതും പറയുന്നതൊക്കെ ചെയ്യുന്നത്. എനിക്ക് അതിനുള്ള ഇതൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഡെയിലി ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കാൻ കാണും. മെസ്സേജായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്തെന്നറിയില്ല, എനിക്ക് ചില കോളുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ അവരുടെ ചേച്ചി, ഇങ്ങനെ സോഫി ചേച്ചിയല്ലേ, അപ്പോൾ അതേ മോളെ എന്താണ്? അപ്പം ചേച്ചി ഇങ്ങനെ ഒരു കാര്യമുണ്ട് ചേച്ചി. അപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കേസുകളും പിന്നെ അവരുടെ എന്ത് സങ്കടം എന്നോട് പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെ ഞാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നോട് സംസാരിച്ചാൽ അവരുടെ എല്ലാ പ്രശ്നവും അപ്പം തന്നെ സോൾവ് ആവുന്നതായിട്ട് അവരെന്നോട് പറയുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യുന്നില്ല. ഞാനെല്ലാം ഭഗവാനെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. സശാൽ പരബ്രഹ്മത്തെ ഏൽപ്പിക്കുക ഞാൻ ചെയ്യുന്നത്. എന്നെ വിളിക്കുന്നവരെയും എന്നോട് സംസാരിക്കുന്നവരെയും അവർക്കൊക്കെ എങ്ങനെയാണ് ഇത്ര അനുഭവം ഭഗവാൻ കൊടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര അതിശയമാണ് ആ കാര്യത്തിൽ. ഒട്ടും അറിയാത്ത ഞാൻ, എനിക്കത്ര പാട്ടൊന്നും അറിയുന്നില്ല. ഞാൻ പിന്നീട് അങ്ങോട്ട് ഉച്ചപൂജ അലങ്കാരം കണ്ട നിമിഷത്തിൽ തന്നെ എനിക്ക് പാടാൻ ഭഗവാൻ തന്നെ എനിക്ക് പാടാനുള്ള അവസരം ഒരുക്കി തരുന്നു. ഞാൻ ഉച്ചപൂജ അലങ്കാരം ഭഗവാന്റെ പാടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി. ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം, ഭഗവാന്റെ കീർത്തനങ്ങൾ മാത്രം പാടുന്നു. എഴുതി വയ്ക്കുന്നത് അപൂർവമാണ്. എഴുതി വെച്ചാൽ എനിക്ക് പാടാൻ പറ്റില്ല. എനിക്ക് വലത്തെ കൈ തളർന്നായതുകൊണ്ട് കൈ കൊണ്ട് എഴുതാൻ പേന പിടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, വരികൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ ബുക്കിൽ എഴുതി വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പാടാനും പറ്റില്ല. കണ്ണൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഉച്ചപൂജ അലങ്കാരം ചൊല്ലുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെ പറയുന്നു? ഞാൻ രാമായണം മഹാഭാരതം അങ്ങനെ സ്റ്റഡി ചെയ്ത, ഈ ശ്ലോകങ്ങൾ സ്റ്റഡി ചെയ്ത ഒരാളൊന്നല്ല. സാധാരണ വീട്ടമ്മയാണ്. കുറച്ച് രാഷ്ട്രീയം എത്തിലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള പഠിക്കുക, അങ്ങനെയുള്ള കുടുംബപരമായിട്ട് അങ്ങനെയുള്ള അറിവുകളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ ഒന്നും പഠിക്കാതെ തന്നെ രാമായണത്തിലൂടെ സഞ്ചരിക്കാൻ പഠിക്കുന്നു. മറ്റുള്ളവരെ എല്ലാം അർത്ഥങ്ങളും പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു. ഓരോ ശ്ലോകങ്ങൾ ചൊല്ലാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ജ്ഞാനപ്പാന പാടാൻ സാധിക്കുന്നു.
ജ്ഞാനപ്പാനയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. എന്നെ വിളിക്കുന്ന 5 അല്ല 50ഓളം പേരുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. അവർക്കൊക്കെ എല്ലാ അർത്ഥത്തിലും അവരുടെ സ്നേഹത്തിനും അവരുടെ സന്തോഷത്തിനുമൊക്കെ ഭാഗമാവാൻ എനിക്ക് സാധിക്കുന്നു. ഇതെങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയുള്ളൂ. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പ്രഭാഷണങ്ങൾ, സ്പീച്ചസ് പറയാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഞാൻ രാമായണമാണ് ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഞാൻ സ്പീച്ചസുകളൊക്കെ പറയാൻ തുടങ്ങി, ജ്ഞാനപ്പാനയിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ എല്ലാം കൂടിച്ചേർത്ത് രാമായണത്തിലെ ചില ഭാഗങ്ങൾ, ലക്ഷ്മണോപദേശം, താരോപദേശം, അതൊക്കെ ഇങ്ങനെ എനിക്ക് ഇവിടെ നാട്ടിലുള്ള ചന്ദനം ഗ്രൂപ്പ്, മാതൃക ഹിന്ദു ഗ്രാമം ഗ്രൂപ്പ് എന്നൊക്കെയുള്ള ഇതിലൊക്കെ എന്നെ അവർ തന്നെയൊക്കെ ഏഡാക്കി. സൂഫിച്ചൊന്നും വേറൊന്നും സ്ട്രെസ് ചെയ്തിട്ടൊന്നും വേണ്ട, ഇങ്ങോട്ടേക്ക് വരിക തന്നെ വേണ്ട, പക്ഷേ ഭഗവാന്റെ ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും എന്നോട് പാടാൻ പറയും. അപ്പോൾ വളരെ അത്ഭുതമാണ് ഭഗവാൻ ഉറക്കുന്ന പാട്ട് ഞാൻ പാടുന്നത്. അതൊരു ഭാഗ്യമാണ്. ഭഗവാൻ ഉണർത്തുന്ന പാട്ടുണ്ട്, അതൊരു ഭാഗ്യമാണ്. ഇതെങ്ങനെയൊക്കെ പാടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇപ്പം പാടാൻ പറഞ്ഞാൽ അതും അറിഞ്ഞൂടാ. ആ അറ്റേ മൂമെൻ്റ് മാത്രമേ എനിക്ക് എന്തെങ്കിലും സാധിക്കുകയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് എനിക്കൊന്നും സാധിക്കില്ല. ഒന്നും ഓർമ്മയിലൊന്നുമില്ല, എല്ലാം ബ്ലാങ്കാണ്. ബ്രെയിൻ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു സങ്കടാവസ്ഥയാണ്. പഠിച്ചു പോയ, ഞാൻ മലയാള സാഹിത്യമാണ്, ലിറ്ററേച്ചറാണ്. പഠിച്ചു പോയ കാര്യങ്ങൾ പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ സാഹിത്യകാരിയാണ്, എഴുത്തുകാരിയാണ്, കഥാകാരിയാണ്, കവിതകൾ എഴുതും, കൂടുതൽ എഴുതുന്ന മോറൽസാണ്. ഇങ്ങനെയൊക്കെ ഞാൻ എഴുതുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ നന്നായി, ഞാൻ പണ്ട് എന്തൊക്കെ എഴുതിയിരുന്നു അതിനേക്കാളും കൂടുതൽ ചിന്തകളും കൂടുതൽ എഴുതാനുള്ള ഉണർവും ഒക്കെ എനിക്കിപ്പോൾ കൂടുതലാണ്. ഭഗവാൻ അതെനിക്ക് എങ്ങനെയാണ് സാധിച്ചു തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ്. ചില കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നത് എൻ്റെ കഥകളും കവിതകളും എൻ്റെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരമൊക്കെ ചൊല്ലുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വിസ്മയമാണ് എല്ലാറ്റിനെ പറ്റിയും. എല്ലാം ഭഗവാനാണ്. ഒരു ജീവനങ്ങ് അങ്ങോട്ടേക്ക് എടുത്തിട്ട് വീണ്ടും തിരികെ ഭൂമിയിലേക്ക് അയച്ചതാണ് എന്നെ. എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ പാടാനും ഭഗവാന്റെ കഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഭഗവാന്റെ ഡിവോട്ടീസായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർക്കാനും ഭഗവാന്റെ കഥകൾ പറയാനും ഭഗവാനെക്കുറിച്ചുള്ള നന്മകൾ പറയാനും എല്ലാവരോടും സ്നേഹത്തോടും നന്മയോടും കൂടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണമെന്നും ഓരോ കുടുംബത്തിനോടും പറയാൻ എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. എത്രയോ പേര് അങ്ങനെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു, എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. എല്ലാവരും പിന്നീട് എന്നെ വിളിക്കുന്നു, ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി കേട്ടോ ചേച്ചി, ചേച്ചി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുന്നു. എനിക്ക് അത്ഭുതമാണ്. ചില വാക്കുകൾ കൊണ്ട് മാത്രം മനുഷ്യ മനസ്സിലെ സന്തോഷത്തെ നിലനിർത്താൻ കൊണ്ടുപോവാൻ അവർക്ക് സാധിക്കുന്നത് ചിലപ്പോൾ ഭഗവാനോടുള്ള ഏറ്റവും കൂടുതലുള്ള സ്നേഹം അത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്നും മുന്നിലും പിന്നിലും മനസ്സിലും നമ്മൾ ഓരോരുത്തരും ഈശ്വര ചൈതന്യമാണ് എന്നും ഞാൻ പറയും. നമ്മൾ ഓരോരുത്തരും ഈശ്വര ചൈതന്യമാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് കുടികൊള്ളുന്നത്. ഭഗവാൻ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് എന്ന് ഞാൻ പറയും. എപ്പോഴും ഈശ്വരൻ ഇരിക്കുന്ന ഇടം അത്രയ്ക്കും പവിത്രമാക്കി കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ഞാൻ താഴ്മയോടുകൂടി പറയും. അവിടെയാണ് പവിത്രമാവേണ്ടത്, അവിടെയാണ് സാക്ഷാൽ ഭഗവാൻ കുടികൊള്ളുന്നത്. അവിടെ നിങ്ങൾ എത്ര സൂക്ഷിച്ച് സ്നേഹത്തോടെ നിങ്ങൾ കരുതലോടുകൂടി നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പിന്നെ നടത്തുന്നത് സാക്ഷാൽ
ഭഗവാനാണ്. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവാനാണ്. എങ്ങനെയാണ് നിങ്ങൾ മകളുടെ കല്യാണം ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നടത്തണ്ട, കാശില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വളരെ പെട്ടെന്നാണ് ഭഗവാൻ അത് നടത്തി കൊടുക്കുന്നത്. പല ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ പറയാനുണ്ട്. എന്നോട് ചോദിച്ച പലരും, ഞാൻ മറുപടി കൊടുത്ത പലരും, ഒരുപാട് ആളുകൾ ജീവിതത്തിൽ നിന്ന് തിരികെ വന്ന ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും എല്ലാം ഭഗവാനാണ്. ഞാൻ പറയും, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് കേൾക്കുന്നത്. ഞാൻ എന്താണ് പ്രഭാഷണം ചെയ്യുന്നത് അത് എൻ്റെ ശബ്ദമാണ് എങ്കിലും ഭഗവാന്റെ വാക്കുകളാണ്. എൻ്റെ ഉച്ചപൂജ അലങ്കാരം ഭഗവാനാണ് പാടുന്നത്, എൻ്റെ ശബ്ദമാണെന്നേ ഉള്ളൂ, ഞാൻ അത്ര പാട്ടുകാരിയൊന്നുമല്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാനും ഭഗവാനെക്കുറിച്ചുള്ള പാട്ടും കഥകളും കീർത്തനങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കലാണ് ഇപ്പോൾ എൻ്റെ ജോലി. അതിനോടൊപ്പം ഞാൻ കഥകളും കവിതകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ ഇനി എവിടെയും തകർന്നു പോവില്ല, തോറ്റു പോവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. എപ്പോഴും നമ്മൾ ഭഗവാനെ മുറുകെ പിടിക്കുക. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ കുറേ സ്വത്തും മുതലും ഒന്നും ഭഗവാന് കൊടുക്കണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഭഗവാനെ ചേർത്ത് പിടിക്കുക, സ്നേഹത്തോട് കൂടി കണ്ണാ എന്നൊന്ന് വിളിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കണ്ണന് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുക. ഞാൻ ഒരിക്കൽ പറഞ്ഞ എൻ്റെ പ്രഭാഷണം ഭഗവാന്റെ ജനനത്തെക്കുറിച്ചാണ്, അഷ്ടമിരോഹിണി. ആ ജനനത്തെക്കുറിച്ച് ഭഗവാന്റെ പ്രഭാഷണം ഞാൻ പറയുമ്പോൾ, ജനിച്ചു വീഴുന്ന ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത ദേവകിയമ്മ ആ കുഞ്ഞിനെ കൊടുത്തു വിടുന്നുണ്ട് വസുദേവരുടെ കയ്യിൽ. അങ്ങ് എന്താ പറയുക, പേര് മറന്നു. അങ്ങനെ കൊച്ചിനെ കൊടുത്തു വിടുന്നുണ്ട് യശോദാമ്മയുടെ അടുത്തേക്ക്. ഓക്കെ, അവിടേക്ക് പോകുന്ന ആ ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് പോകുന്നത്? സ്വന്തം അമ്മയെ ഒന്ന് കണ്ടിട്ടുണ്ടോ? മുലപ്പാൽ കുടിച്ചു കാണോ കണ്ണൻ? ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. ഒരു നേരം പോലും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാണോ അമ്മ? അതുമാത്രമോ, ബാക്കി തുടർന്ന് ജനിച്ച എല്ലാ കുഞ്ഞിനെയും തലക്കടിച്ച് കൊല്ലുന്നത് കണ്ട ദേവകി അമ്മയുടെ പുത്രനാണ് സാക്ഷാൽ ഭഗവാൻ. അത്രയ്ക്കും ദുഷ്ടതയൊന്നും നമ്മുടെ കേരളത്തിലെ അമ്മമാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? സ്വന്തം കുഞ്ഞുങ്ങളെങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ കൊന്നൊടുക്കുന്നത് കൺമുന്നിൽ വെച്ച് കാണേണ്ടതായി വന്ന ദേവകി അമ്മയും വസുദേവരുടെയും ജീവിതമൊക്കെ ഒന്ന് നോക്കുമ്പോഴേ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ. അങ്ങനെ ഉണ്ടായ സാക്ഷാൽ നാരായണനാണ്, സാക്ഷാൽ ഭഗവാനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. എന്താണ് കുട്ടിക്കാലം, സ്വന്തം അമ്മയെ അച്ഛനെയും എന്നാ കാണുന്നത്, കംസനെ എന്നാ വധിക്കുന്നത്? ഇതൊക്കെയാ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങനെ ഭഗവാന്റെ എല്ലാ നന്മകളും, ഭഗവാന്റെ എല്ലാ അറിയുന്ന കഥകൾ, എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറയും. ശരിക്കും ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സ്ഥലങ്ങളെ പറ്റിയോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും, പേരുകളെ പറ്റിയൊക്കെ ഒന്നും ഓർത്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഓർത്തെടുക്കാനൊക്കെ വലിയ പാടാണ്. എന്നാലും ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പറയാ. അയ്യോ, കുറേ ആയല്ലോ പറയാം. ശരി, ഞാൻ കണ്ണടച്ച സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ കണ്ണട വെച്ചേക്കുന്നത് 6.5 കണ്ണട ഇരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു വൈറ്റ് സ്റ്റിക്ക് ഉണ്ട്, വടി വെച്ചാൽ ഞാൻ നടക്കുന്നത്. പുറത്ത് പോയാൽ വളരെ അപൂർവമാണ്. ഗുരുവായൂർ പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, ഭഗവാനെ കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അത് വേറെ ഒത്തിരി ആകുന്നു, സമയം ഒത്തിരി അങ്ങ് പോകുന്നു. ഈശ്വര, തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പേഴ്സണലായിട്ടാണല്ലോ അല്ലേ, കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിലെ
ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എനിക്കിങ്ങനെ ഇത്രേ പറയാനുള്ളൂ. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവത് ചൈതന്യം ഉണ്ടാവണമെന്നും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്നും എല്ലാവരും മനസ്സിലാക്കണമെന്നും ഞാനതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും ഒരു ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ, ഈ ഭൂമിയിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷമുണ്ട്. എൻ്റെ മക്കളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനി ഭഗവാൻ വിചാരിക്കണം എന്നെ തിരിച്ചു കൊണ്ടുപോവാൻ. ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ റീബർത്ത് പോലെ ഭഗവാൻ തിരിച്ചു വന്ന ജീവനായിട്ട്. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. കണ്ണും കാണില്ല, ഇങ്ങനെയൊക്കെയാണ് അസുഖം എന്നുണ്ടെങ്കിലും ഞാനിപ്പോഴും സംസ്ഥാന തലത്തിൽ വികലാംഗ അസോസിയേഷൻ്റെ പ്രവർത്തകരിൽ മുൻനിരയിൽ നിൽക്കുന്നു. വികലാംഗരായ ആളുകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും തൃശ്ശൂർ ജില്ല ബേസ് ചെയ്തിട്ട് എൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത്. എന്നെയാണ് വിളിക്കേണ്ടത്. സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ഖാദർ സാർ നാട്ടിയാണ്. അപ്പോൾ മറ്റ് പ്രവർത്തന മേഖല ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ വികലാംഗ അസോസിയേഷനുമായി ബന്ധപ്പെട്ട സജീവ പ്രവർത്തകയാണ്. മീറ്റിങ്ങിനൊന്നും എന്നെ വരണ്ടാന്ന് സാറ് തന്നെ പറയുന്നത് വെച്ചാൽ സോഫി കണ്ണും കാണാതെയൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ വീണ് 2 കാലം ഒടിഞ്ഞതാണ്. ഇനി ഒടിയാൻ എവിടെ ഇല്ല. അതുകൊണ്ട് എൻ്റെ യാത്രകൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള യാത്രകളാണ്. മോൻ വന്ന് ഇപ്പോൾ 1 മാസം 2 ദിവസം മുന്നേ 18-ാം തീയതി തിരിച്ചു പോയതേ ഉള്ളൂ. ചെറിയ മോൻ വന്നിട്ട് മോൻ ചെറുതായിട്ട് പാടും. ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. ബിബിൻ ബാബു എന്നാണ് മോൻ്റെ പേര്. ചെറുതായിട്ട് പാടും. അവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 മാസം നമ്മൾ വന്നപ്പോൾ, മോൻ വന്നപ്പോൾ എനിക്ക് ഭഗവാന്റെ അടുത്ത് ആകെ കൂടെ ആഗ്രഹം അത് മാത്രമുള്ളൂ, ഗുരുവായൂർ പോകണം. അത് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ബ്ലൈൻഡ് ആയതുകൊണ്ട് ഞാൻ ഓഫീസിൽ കയറി പറയും എനിക്കിങ്ങനെ ഭഗവാനെ കാണണമെന്ന് പറയും. അപ്പോൾ ഓഫീസിൽ നിന്ന് അവിടുന്ന് അവർ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. ഇപ്പോൾ എന്നെ കൊടിമരത്തിൻ്റെ ആയിക്കൂടെയാണ് ഞാൻ ഭഗവാനെ കാണാൻ കയറുന്നത്. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ടാവും. ഞാനും മോനും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കയറും. അങ്ങനെ നടയിലെത്തുമ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് കണ്ണനെ കാണില്ലെന്നും കണ്ണൻ എന്നെ കാണാമെന്നും ഞാൻ പറയും. അങ്ങനെ അവരെന്നെ എത്ര നേരം വേണമെങ്കിലും നടയിൽ നിർത്തും. കണ്ണൻ എന്നെ കാണും. ഞാൻ കണ്ണനെ കാണുമെന്ന് ചോദിച്ചാൽ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ കണ്ണൻ ഇന്ന് എന്താണ് അലങ്കാരം എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഗുരുവായൂർ നിന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ ഉത്സവത്തിൻ്റെ 10 ദിവസത്തെ സ്പീച്ച് പറയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിവിടെ എൻ്റെ ഇവിടുത്തെ ഇതിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളുണ്ട്. എനിക്ക് സമയം ആരോ വിളിക്കുന്നു തന്നെ, പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഒക്കെ. ഇത് മെസ്സേജ് ഞാൻ പറഞ്ഞതൊന്ന് കേട്ട് നോക്കണം. പിന്നെ ഞാൻ പറയാം ഇനി എന്താണെന്നുള്ളത്. ഓക്കെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ്യാം, രാധേശ്യാം. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയും. ഞാനിപ്പോൾ ത്രിമധുരത്തിലുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം ഞാൻ പാടിയിട്ടുണ്ട്. അതിൻ്റെ പാടിയിട്ടുണ്ട്. ഓർമ്മയില്ല എന്നുള്ളത് ശരിയാണ്. എന്താണ് പാടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അപ്പത്തെ ഒരു ഇതേ അറിയുള്ളൂ. പിന്നെ ചോദിച്ചാൽ കിട്ടില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, പിന്നെ പറയാം മറുപടി. ഓക്കേ.